ഒരു ജെൻസി ലവ് സ്റ്റോറി എന്നുള്ളത് നിനക്കായിരുന്നു ഈ സിനിമയുടെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല ബസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പടത്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ബിഗ് ബോസിന്റെ മെയിൻ വിന്നറായിട്ടുള്ള ഒരു രാജു എന്ന് പറയുന്ന രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ലീഡ് ഹീറോ ആയിട്ട് എത്തുന്നത്. അപ്പോൾ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് കോളേജ് ലൈഫ് ആ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതൊരു ജെൻസി ബൂമർ വേഴ്സസ് ജെൻസി എന്നൊക്കെ പോസ്റ്ററും കാര്യങ്ങളുണ്ട്. ഒരു ജെൻസി ലവ് സ്റ്റോറി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നാൽ പോലും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് നായകനും നായകന്റെ 2 നായികമാരും ഇവരെല്ലാവരും ബൂമേഴ്സാണ്. പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അണിയറ പ്രവർത്തകരും അവരും ബൂമേഴ്സ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ജെൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻസി ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇവർക്ക് തോന്നി കാണും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ തമിഴ് റൊമാൻറ്റിക് സിനിമകളിൽ ഒരുപാട് ഫാന്റസീസ് ഉണ്ട്. അപ്പോൾ അതിൽ നായകൻ നായിക തമ്മിലുള്ള ഫാന്റസി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആ ഫാന്റസികളുടെ കുറേ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഫാന്റസിയാണ് നൻപൻ, അതായത് ഫ്രണ്ട്ഷിപ്പ് ഫാന്റസി എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടാണ്, ഒരു ഇമോഷനാണ്. പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പിനെ മഹത്വവൽക്കരിക്കണം എന്ന് പറഞ്ഞ് ഇതുപോലുള്ള തമിഴ് സിനിമകൾ ഇറങ്ങുമ്പോൾ അത് കൂടുതലും എവിഡന്റ് ആയിട്ട് കാണുന്ന തമിഴ് സിനിമകളിലാണ്. അവർ കാണിച്ചു വെക്കുന്ന സിറ്റുവേഷൻസ് അതിനുവേണ്ടി ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അതിനുവേണ്ടി കുറെ ക്യാരക്ടറുണ്ട്, അവരുടെ ഒരു വ്യക്തിത്വം ബെൻഡ് ചെയ്യുക, ആ രീതിയിലേക്ക് കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് മഹത്വവൽക്കണം എന്നുള്ള രീതിയിൽ വളരെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള വളരെ ഫേക്ക് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ വന്നു പോകുന്നത്. ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഇങ്ങനെയാവും, അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻസ് അങ്ങനെ കൊണ്ടുപോകും, അപ്പോൾ മറ്റേ ക്യാരക്ടർ അങ്ങനെയായിരിക്കും എന്നുള്ളൊരു വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ലേസി റൈറ്റിങ്ങിന്റെ ഒരു പീക്ക് എന്നുള്ള പോലെയാണ് സിനിമയുടെ ഫൈനൽ ആക്ട് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു ഫൺ മൂഡിലാണ് പോകുന്നത്. കാരണം ഇതിനകത്ത് വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫൺ മൂഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഹാർട്ട് ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ മൊത്തത്തിലുള്ള സിനിമയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം വലിയ സീരിയസ് ആയിട്ട് എടുക്കാവുന്ന കാര്യങ്ങളായിട്ടൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കും, ശരിക്കും ഇനി ഇതൊക്കെയാണോ ജെൻസി? ശരിക്കും ഞാൻ ജെൻസി അല്ലാത്തതുകൊണ്ട് എനിക്ക് ഐ എം ക്യൂരിയസ്, ഇതൊക്കെയാണോ ഇനി ശരിക്കും ജെൻസി റിയലി? അപ്പോൾ ഞാനീ പറഞ്ഞ ഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമ എൻജോയബിൾ ആണ്. അതിന്റെ കാരണം ഈ സിനിമയിലെ കോമഡി സീനുകൾ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന മുഴുവൻ പച്ചത്തമിഴന്റെ ഫാന്റസിയും പിന്നെ ലേസി റൈറ്റിംഗ് ആണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ ഇത് എൻജോയബിൾ മൂഡിൽ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇതിന്റെ കാസ്റ്റ് ആണ്. ഇപ്പൊ രാജു ബിഗ് ബോസിലൊക്കെ വിന്നറായിട്ട് ആദ്യമായിട്ടാണ് ലീഡ് ഹീറോ ആയിട്ട് ഒരു സിനിമയിൽ വരുന്നത്. പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സെന്റിമെന്റ്സ് ഉണ്ട്, ഇതിനകത്ത് ഹ്യൂമർ കൈകാര്യം ചെയ്യണം, പിന്നെ ഇതിന്റെ ആക്ഷൻ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഈ രീതിയിലുള്ള ഒരു ഫ്രീഡം, ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, ആ ഫ്രീഡം ഈ ക്യാരക്ടറിന് കിട്ടുന്നതുകൊണ്ട് തന്നെ രാജു വളരെ കംഫർട്ട് സോണിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നായികമാർ 2 പേരുണ്ട്. അതിലൊന്ന് ഭവ്യ ട്രിക്ക കൊള്ളാം, ഒരു പച്ചത്തമിഴൻ ഫാന്റസി അതേപോലെ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്, വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിനേക്കാളും എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് ബെസ്റ്റീസ് ജെൻസി എന്ന് പറയുമ്പോൾ ബെസ്റ്റി ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ബെൻസി ക്യാരക്ടറായിട്ടുള്ള ആദ്യ പ്രസാദ് കാണാൻ നല്ല ചാമിങ് ആയിരുന്നു, കൊള്ളായിരുന്നു, നല്ല ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെയുള്ള ഈ സിനിമയിലെ സീനിയർ ആക്ടേഴ്സ് ആണ്, ശരണ്യുണ്ട്, ദേവദർശിനി ഉണ്ട്, ചാർലി ഉണ്ട്. നല്ല അത്യാവശ്യം വെറുപ്പിക്കൽ സോണാണ്. അവരുടെ ക്യാരക്ടേഴ്സ് തന്നെ പക്കാ വെറുപ്പിക്കലാണ്. ഇവർക്ക് അറിയാം എങ്ങനെ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ വെറുപ്പിക്കാമെന്ന്. അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോയിട്ടൊക്കെയാണ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം പാസ് പടമാണ്. ആ ടൈം പാസ് പടം എന്നുള്ള ഇതിന് കോമഡി നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഒരു സീരിയസ് ആയിട്ട് കാണിക്കുന്നൊന്നും നമുക്ക് സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്യുന്നില്ല. എല്ലാം ആ ഒരു ഫ്ലോയിൽ പോകുന്ന അങ്ങനത്തെ ഒരു പടമാണ്. അതായത് കണ്ടിരിക്കാം, നമുക്ക് രസമാണ്. അതുകൊണ്ട് തന്നെ ടൈം പാസ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഓളത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് ഈ ബട്ടർ ജാം.